രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. വീടിന് മുന്നിൽ ഷഫീദ് റാവുത്തറുണ്ട്. അവിടെ പ്രവർത്തകരൊക്കെ തടിച്ചു കൂടിയിട്ടുണ്ടോ ഷഫീദ്? ചെന്നിത്തല വീടിനുള്ളിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. നേരിട്ട് കാണുവാണെങ്കിൽ എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്ക്. പറയൂ ഷഫീദ്. ഉറപ്പായിട്ടും 8:30 മുൻപ് രമേശ് ചെന്നിത്തല പുറത്തേക്കിറങ്ങി മാധ്യമപ്രവർത്തകരോട് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. നിങ്ങളെ കണ്ടിട്ട് 2 ദിവസമായല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണെന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹത്തിന്റെ ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് ഈ കാണുന്ന വീട്ടിലെ ഏറ്റവും പ്രധാന ഇപ്പോൾ ആ വാതിൽ തുറന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കാണാനെത്തിയ പ്രവർത്തകരെ അദ്ദേഹം അകത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട്. ആ വാതിലിനകത്തൊരു കസേരയിൽ രമേശ് ചെന്നിത്തല വലിയ ആത്മവിശ്വാസത്തിൽ ഇരിക്കുന്നുണ്ട്. ചെന്നിത്തല ക്യാമ്പിനും ഏതെങ്കിലും തരത്തിലൊരു പ്രതീക്ഷാഭംഗം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫിസിക്കലി കെ സി വേണുഗോപാലിനെ മാത്രം രാഹുൽ ഗാന്ധി വിളിച്ച് സംസാരിപ്പിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ആ സീൽഡ് കവർ കേരളത്തിലേക്ക് എത്തി അത് ഏതെങ്കിലും തരത്തിൽ തുറക്കുന്നതിന് മുൻപ് 3 നേതാക്കളെയും ബൈ പേഴ്സൺ വിവരം അറിയിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിലേക്ക് കടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അത് ആർക്കാണ് അതിൽ വിശ്വാസം അല്ലെങ്കിൽ ആർക്കാണ് പ്രതീക്ഷ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും. വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഇപ്പോൾ നേതാക്കൾ പ്രവർത്തകരടക്കം എത്തി തുടങ്ങിയിട്ടുണ്ട്. അവർ ഓരോരുത്തരായി രമേശ് ചെന്നിത്തല അകത്തേക്ക് കയറി കാണുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ചെന്നിത്തലയുമായി ഇതുവരെയും ഹൈക്കമാൻഡോ അതല്ലെങ്കിൽ AICC നിരീക്ഷകരോ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിട്ടില്ല. സമവായത്തിന്റെ സാധ്യത അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് ചെന്നിത്തല ക്യാമ്പ്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലുമാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഏതുതരം പാക്കേജ് ചെന്നിത്തല എങ്ങനെ അക്കാര്യത്തിൽ ഡീൽ ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രവർത്തകർക്കൊക്കെ ആ രീതിയിലുള്ള ആകാംക്ഷ നമുക്ക് കാണാനും സാധിക്കും. ഏതായാലും തിരുവനന്തപുരം വിമാനത്താവളം ഒരു ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. മുൻപ് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചാർട്ടേഡ് വിമാനം നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ രീതിയിൽ വീണ്ടും ഒരു ചാർട്ടേഡ് വിമാനം ഇന്ന് എത്തുമ്പോൾ ആർക്കാണ് അക്കാര്യത്തിൽ സന്തോഷമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അല്പസമയത്തിനുള്ളിൽ തിരിച്ചറിയാം. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി രമേശ് ചെന്നിത്തല ഈ യോഗത്തിന് വേണ്ടി നിയമസഭാ കക്ഷി യോഗത്തിന് വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങിയേക്കാം. മറ്റു നേതാക്കളും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് വരികയാണ്. VD സതീശൻ ഒരു 11:15 കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തി. കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം ഫ്രഷ് ആയ ശേഷമായിരിക്കും അദ്ദേഹം KPCCയിലേക്ക് പോവുക. മറ്റ് MLA-മാരൊക്കെ MLA ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചടക്കം വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.